اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവെ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ഹജ്ജ് മാസങ്ങളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു താ റഹ്മാനെ. നമ്മുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ റഹ്മാനെ. ഈമാനും തഖ്വയും തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ റമളാനിൽ തുടങ്ങി വെച്ച് അത് പകുതിയിൽ ബാക്കിയായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പൂർത്തീകരിക്കാനും അതുപോലെ അമല് ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂറത്തുൽ വാഖിയുടെ പ്രധാനമാക്കപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് മുഖറബീങ്ങൾ, അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ഷിമാൽ, ഈ നിലക്ക് മൂന്ന് വിഭാഗത്തിനിക്ക് അല്ലാഹു തആല പരലോകത്ത് കൊടുക്കുന്ന ആ അനുഗ്രഹങ്ങളും, മൂന്നിൽ ഒരു വിഭാഗത്തിനിക്ക് പരലോകത്ത് നരകം കൊടുത്ത് ആ നരകത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ടും മക്കാ കാഫിരീങ്ങള്, മക്കാ മുശ്രിക്കീങ്ങള് ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല. അതല്ലെങ്കിൽ ഖിയാമത്ത് നാൾ ഉണ്ട്, ഇനി ഒരു ജീവിതമുണ്ട്, കാലാകാലമുള്ള ജീവിതമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇത്രയെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും വിശ്വസിക്കാത്തപ്പോൾ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ശരീഫ് പറയുന്നു, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. സൂറത്തുൽ വാഖിഅയിൽ ഞാൻ നിർത്തിയതാണ്. അതിന്റെ മുമ്പത്തായ ഹാദാ നുസുലുഹും യൗമദ്ദീൻ, അത് പറഞ്ഞ് ബാക്കി തുടങ്ങാനുള്ളത് നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. അല്ലാഹു തആല ചോദിക്കുന്നു, നഹ്നു ഞങ്ങളാണ്, ഖലഖനാകും നിങ്ങളെ പടച്ചത്. നിങ്ങളെ ഒരു മോഡലില്ലാതെ, മുമ്പൊന്നും ഒരു രൂപമില്ലാതെ ബാപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു തആല പറയുന്നു നിങ്ങളെ പടച്ചത് ഞങ്ങളാണ്. ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങൾ എന്തേ വാസ്തവമാക്കുന്നില്ല? ഇത് എന്തേ നിങ്ങൾ അറിയുന്നില്ല? ഇത് എന്തേ നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഫഹല്ലാ തുസദ്ദിഖൂന അയ്യുഹൽ കുഫറ, ഓ കാഫിരീങ്ങളെ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് കൊണ്ട്, അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ എന്തേ വിശ്വസിക്കുന്നില്ല എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. ഞാനാണ് നിങ്ങളെ പടച്ചത്. ഈ പടച്ച ഒരു മിസാൽ എന്നും ഒരു മോഡൽ എന്തും ഇല്ലാതെ പടച്ച എനിക്ക് രണ്ടാമത് പടക്കുന്നത് അതൊരു പ്രയാസമാണോ? എന്തേ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല നമ്മോട് ചോദിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് ആയത്തിൽ പറയുന്നു, അഫറഅയ്തും മാ തുംനൂന അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ പടച്ചത് ഞങ്ങളാണ്, നിങ്ങൾ എന്തേ വാസ്തവമാക്കുന്നില്ല? എന്തേ നിങ്ങൾ സത്യമാക്കുന്നില്ല? പിന്നീട് അല്ലാഹു തആല ഒന്നും കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുകയാണ്. അഫറഅയ്തും മാ തുംനൂന അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അഫറഅയ്തും മാ തുംനൂന, അഫറഅയ്തും നിങ്ങൾ പറഞ്ഞു തരുമോ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അഫറഅയ്തും മാ തുംനൂന, നിങ്ങളെ സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് നിങ്ങൾ ഘടിപ്പിക്കുന്ന ആ ഇന്ദ്രിയത്തുള്ളി. ഖുർആൻ ചോദിക്കുകയാണ്, അഫറഅയ്തും മാ തുംനൂന, സ്ത്രീകളുടെ, നിങ്ങളെ ഭാര്യമാരുടെ ഗർഭാശയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഘടിപ്പിക്കുന്ന വീര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ ചോദിക്കുന്നു, നിങ്ങളെ ഭാര്യമാരുടെ ഗർഭാശയത്തിലേക്ക് നിങ്ങൾ ഘടിപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന ആ വീര്യത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ മനസ്സിലാക്കിയോ? ഒരു ഭാര്യയും ഒരു ഭർത്താവും ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് ഒരു ഇന്ദ്രിയത്തുള്ളി പോയി എത്തിയാൽ
അതിൽ കൂടി നിങ്ങൾക്ക് മക്കളുണ്ടാകും, അതിൽ നിങ്ങൾക്ക് സൃഷ്ടിപ്പുണ്ടാകും. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? അഅന്തും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. റബ്ബിന്റെ ചോദ്യമാണ്, ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാനുണ്ട്. അഅന്തും തഖ്ലുഖൂനഹു, നിങ്ങളാണോ ആ ഇന്ദ്രിയത്തുള്ളിനെ പടച്ചത്? ആ ഇന്ദ്രിയത്തുള്ളിൽ നിന്നിട്ട് മനുഷ്യരെ നിങ്ങൾ പടച്ചു, നിങ്ങളാണോ? അം നഹ്നുൽ ഖാലിഖൂൻ, അതല്ലെങ്കിൽ അതിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ സൃഷ്ടാവ് ഞാനാണോ പടച്ചത്? ആരാണ്? നിങ്ങൾക്ക് പടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എത്ര ആളുകളാണ് ഇവിടെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്? മക്കളില്ലാത്തവർ എത്ര ആള് ദ്വാരക്കാൻ വേണ്ടി പറയുന്നു, മക്കളുണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം. അപ്പൊ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പടക്കാൻ സാധിക്കുമായിരുന്നില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്? നാം മനസ്സിലാക്കണം. ചില ആൾക്ക് ആൺമക്കൾ മാത്രമേ ഉള്ളൂ, അവർ ആഗ്രഹിക്കുന്നു പെൺമക്കൾ വേണമെന്ന്, അവർക്ക് കിട്ടുന്നില്ല. ചില ആൾക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ, ആൺമക്കളില്ല, അവർക്ക് മനസ്സുണ്ട് ആൺമക്കൾ വേണമെന്ന്, കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ആണ് വേണമെങ്കിൽ ആണാക്കാമായിരുന്നു, പെണ്ണ് വേണമെങ്കിൽ പെണ്ണാക്കാമായിരുന്നു. ആ ഇന്ദ്രിയത്തിൽ തുള്ളിയെ ഏതു രൂപമായി ഞങ്ങൾക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ സാധിക്കുമായിരുന്നു. ഇല്ല. അല്ലാഹു തആല പറയുന്നു, അഫറഅയ്തും മാ തുംനൂന അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെ ഇന്ദ്രിയത്തുള്ളി ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ ഘടിപ്പിച്ചാൽ, ചലിപ്പിച്ചാൽ, അത് കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾക്ക് പടക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കുള്ള വിചാരണമുണ്ടോ? ഒരിക്കലും കഴിയൂല. അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ആ ഇന്ദ്രിയത്തിൽ നിന്നിട്ട് മനുഷ്യരൂപത്തെ പടച്ചത്, മനുഷ്യരെ പടച്ചത് നിങ്ങളാണോ? അം നഹ്നുൽ ഖാലിഖൂൻ, അല്ലെങ്കിൽ ഞങ്ങളാണോ? നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. ഞങ്ങൾക്ക് വേണ്ടിയതുപോലെ പടക്കാൻ കഴിയുമെങ്കിൽ ഈ മക്കളില്ലാത്ത എത്ര ആളുകൾ ഇവിടെയുണ്ട്, എത്ര ഡോക്ടർമാരടുത്തേക്ക് പോകുന്നുണ്ട്. ഓ, എല്ലാം പടക്കുന്നവൻ അള്ളാഹുവാണ്. എന്നിട്ടും നിങ്ങൾ എന്തേ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? മരിച്ചിട്ട് മണ്ണായി പോയ ആ അസ്ഥികൂടത്തെ രണ്ടാമതൊരിക്കൽ നിങ്ങൾ പടക്കുകയാണോ എന്ന് നിങ്ങൾ എന്തിനാണ് ചോദിക്കുക? നിങ്ങൾക്ക് എന്തിനാണ് സംശയം? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുന്നില്ലേ? എന്താണ്? അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർളി ബിഖാദിൻ അലയ്യ അലാ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അതിന്റെ മുമ്പത്തെ ആയത്താണ്. ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഒരു മോഡലെന്തും ഇല്ലാതെ, ഒരു രൂപമെന്തും ഇല്ലാതെ ആദ്യം പടച്ച റബ്ബിനിക്ക്, ഒരിക്കൽ പടച്ച റബ്ബിനിക്ക് രണ്ടാമത് പടക്കാൻ കഴിയൂലേ? ഒരു ചോദിച്ചില്ലേ, മണ്ണായിട്ട് നുരുമ്പിപ്പോയതിന്റെ ശേഷം രണ്ടാമത് ഒരു പ്രാവശ്യം ഞങ്ങളെ സൃഷ്ടിക്കുകയാണോ? അത് റബ്ബിനിക്ക് കഴിയുമോ? അപ്പോഴാണ് അല്ലാഹു തആല റബ്ബ് പടപ്പുകളോട് ചോദിക്കുന്നത്, മയ്യുഹിൽ ഇളാമ വഹിയ റമീം. നുരുമ്പിപ്പോയ അസ്ഥികൂടത്തെ, നുരുമ്പിപ്പോയ മണ്ണായിപ്പോയ ആ അസ്ഥികൂടത്തെ രണ്ടാമത് അവയാത്താക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നബിയെ തങ്ങൾ പറയണം, ഒരു മിസാലും ഒരു രൂപവും ഇല്ലാതെ പടച്ച റബ്ബിനിക്ക് രണ്ടാമത് പടക്കാൻ പ്രയാസമാണോ? അതുകൊണ്ട് ഖിയാമത്ത് നാളുണ്ട്, രണ്ടാമത്തെ ജീവിതമുണ്ട് എന്ന് ഇതിൽ കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത
വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا مولانا محمد. അർഹമുർറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മ ബാപ്പ കുടുംബങ്ങളുണ്ട്. അവരെ ഖബർ ജീവിതം നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ള ഞങ്ങൾക്ക് നിനക്ക് തഖ്വ ചെയ്ത് നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മരിക്കുന്ന കാലം വരെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുവാനും അമൽ ചെയ്യുവാനും പഠിപ്പിക്കുവാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. ഖുർആൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് സാഹിരീങ്ങളെ സിഹറിൽ നിന്ന്, ആഇനീങ്ങളെ കണ്ണീറുകളിൽ നിന്ന്, ളാലിമീങ്ങളെ അക്രമത്തിൽ നിന്ന്, ഫത്താനികൾക്കുള്ള ഫിത്നയിൽ നിന്ന്, ഹാസിദീങ്ങളെ ചതിയിൽ നിന്ന്, സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങളെ വീടുകളെയും സ്ഥാപനങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെ നീ കാക്കണേ റഹ്മാനെ. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ സ്വർഗം കണ്ട് ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട പൂമുഖം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി